ഹൈദരാബാദിലെ ഗോൽക്കൊണ്ടയുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. വെൽക്കം ടു വോയിസ് ഓഫ് ചെങ്ങായി. ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട കോട്ട ചരിത്രപരമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകങ്ങളിലൊന്ന്. കാലങ്ങളോളം ദക്ഷിണേന്ത്യയിലെ ഒരു കട്ടിയുള്ള ഗ്രാനൈറ്റിൻ കുന്നിന്മേൽ ഒരു കുട്ടി ഒരു മൂർത്തിയെ കണ്ടെത്തി. ഈ വർത്തമാനം പടരുകയും കാക്കതീയ രാജാക്കന്മാർ അവിടെ ഒരു മണ്ണുകോട്ട നിർമ്മിക്കുകയും ഗോൽക്കൊണ്ട എന്ന പേരിടുകയും ചെയ്തു. 14-ാം നൂറ്റാണ്ടോടെ ബ്രാഹ്മണി സുൽത്താൻമാർ ഈ കോട്ട കൈവശപ്പെടുത്തി. സമയം പോലും തോൽപ്പിക്കാവുന്ന കട്ടിയുള്ള മതിലുകൾ കൂട്ടിച്ചേർത്തു. പക്ഷെ ഗോൽക്കൊണ്ടയുടെ യഥാർത്ഥ മഹത്വം 1518 സുൽത്താൻ ഖുലി ഖുതുബ് ഷാ ഒരു യോദ്ധാവും കവിയും കൂടിയായി. ഗോൽക്കൊണ്ടയെ തന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വംശം കോട്ടയെ ഒരു അത്ഭുതമാക്കി മാറ്റി. കവാടങ്ങൾ, പ്രതികരണ മതിൽ, ഫത്തേ ദർവാസയിൽ ഒരു കയ്യടിക്ക് ഏറ്റവും ഉയരമുള്ള കൊട്ടാരത്തിൽ വരെ പ്രതിധ്യാനം കേൾക്കാം. ഒഴിഞ്ഞ കിണറുകൾ ഒരു നഗരത്തെ ശീതീകരിച്ചു. മണ്ണിനടിയിൽ പവിത്രമുള്ള വജ്രങ്ങൾ, പ്രകാശം പകരുന്ന നദികൾ, കൊഹിന്നൂർ ഹോപ്പ് പോലുള്ളവ പർഷ്യയിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും വ്യാപാരികളെ ആകർഷിച്ചു. 170 വർഷങ്ങളോളം ഗോൽക്കൊണ്ട പ്രൗഢിയായി നിലനിന്നു. പക്ഷേ സാമ്രാജ്യം ഉയർന്ന പോലെ തന്നെ അവ താഴെ വീണു. 1687 മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് ഗോൽക്കൊണ്ടയെ ആക്രമിച്ചു. 8 മാസങ്ങൾ നീണ്ട പ്രതിരോധത്തിനു ശേഷം ഗോൽക്കൊണ്ട പൊളിഞ്ഞു. കാലങ്ങളോളം പാളിയ ഹൈദരാബാദിലെ നിസാംമാർ അവിഷ്ടങ്ങൾ ഏറ്റെടുത്തു. ഗോൽക്കൊണ്ടയുടെ വജ്രങ്ങളും കിരീടങ്ങളും മ്യൂസിയങ്ങളിലെത്തി. ഹിന്ദു ശില്പികളും മുസ്ലിം ഭരിച്ചവരും ഒന്നിച്ചൊരു രാജ്യം നിർമ്മിച്ച കാലത്തിന്റെ തെളിവുകളായി ഗോൽക്കൊണ്ട. വാക്കുകളെക്കാൾ സൗന്ദര്യം അവിടുത്തെ കാഴ്ചകൾക്കാണ്. നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട ഫോർട്ട്.